എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഒരു ലോങ് വീഡിയോ അല്ല, ഓക്കെ. പക്ഷേ 3 മിനിറ്റിൽ കൂടുതൽ വേണ്ടതുകൊണ്ട് ഷോർട്സ് ആയിട്ട് ഇടാൻ സാധിക്കില്ല. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കോൾ മാനിഫെസ്റ്റേഷൻ ടെക്നീക്കാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോൾ മാനിഫെസ്റ്റേഷനാണ്. ആക്ച്വലി ഞാൻ റീസെൻ്റ്ലി ട്രൈ ചെയ്ത് നോക്കിയതാണ്, വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതൊന്ന് ഞാൻ പറഞ്ഞു തരാം, അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഈ ടെക്നിക്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കോള് മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 3 ദിവസത്തിനകം മിക്കവാറും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കോള് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ 3 പ്രാവശ്യം ട്രൈ ചെയ്തു, 3 പ്രാവശ്യവും തന്നെ എനിക്ക് വർക്ക് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. എനിക്ക് മറ്റൊരാൾ പറഞ്ഞു തന്നതാണേ, അല്ലാതെ ഞാൻ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചൊന്നുമല്ല. എനിക്ക് മറ്റൊരാൾ പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. രണ്ട് ടെക്നിക്സ് ഉണ്ട്, അത് രണ്ടും തന്നെ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. റെഡ് പേന വെച്ച് തന്നെ ചെയ്യണം കേട്ടോ. റെഡ് സ്കെച്ച് പെൻ അല്ല, റെഡ് പേന അല്ല, റെഡ് മാർക്കർ എന്ത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ നിങ്ങൾക്ക് വരയ്ക്കുന്ന ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളർ പേനയാണ് തൽക്കാലം ഉപയോഗിക്കുന്നത്. പക്ഷെ ഓർക്കുക, റെഡ് കളർ പേന തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലെയിൻ പേപ്പർ എടുക്കുക, അതിൽ ഇൻഫിനിറ്റിയുടെ സൈൻ 3 പ്രാവശ്യം വരയ്ക്കുക. റെഡ് പേന തന്നെ യൂസ് ചെയ്യണേ. 1, ക്ലിയർ അല്ലേ? അതിൻ്റെ ഉള്ളിൽ 2, 3. ഇതിൻ്റെ സൈസോ ഷേപ്പോ ഒന്നും ഒരു വിഷയമല്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈന് മാറിപ്പോയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. 8 എഴുതും പോലെ 3 പ്രാവശ്യം ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പേര്, റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര്. ഓക്കെ, ലെഫ്റ്റിൽ നിങ്ങളുടെ പേര്, റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര്. പേപ്പർ തിരിച്ചിട്ട് നടുവിലായിട്ട് ഈ 8ൻ്റെ നടുവ് ഭാഗത്തായിട്ട് കോൾ മീ നൗ എന്നെഴുതുക, അല്ലെങ്കിൽ മെസ്സേജ് മീ നൗ, കോൾ മീ നൗ, 2ൽ എന്ത് വേണമെങ്കിൽ എഴുതാം. എഴുതിയതിന് ശേഷം ഈ പേപ്പറിനെ 3 പ്രാവശ്യം നിങ്ങളുടെ നേരേക്ക് മടക്കുക. 1, 2, 3 ഇട്ട് കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ പറയുക, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ABC എന്നായിരിക്കട്ടെ. ABC, കോൾ മീ നൗ, കോൾ മീ നൗ, കോൾ മീ നൗ. എന്നിട്ട് 3 പ്രാവശ്യം ഈ പേപ്പറിൻ്റെ മേലേക്ക് ഊതുക. ഓക്കെ, എന്നിട്ട് സൈഡിൽ അങ്ങ് വെച്ചേക്കുക. പിന്നെ അതങ്ങ് മറന്നേക്കുക കേട്ടോ. പിന്നെ 5 മിനിറ്റിലൊരിക്കൽ കോൾ വന്നോ അല്ലെങ്കിൽ മെസ്സേജ് വന്നോ എന്ന് പറഞ്ഞ് എടുത്ത് നോക്കുന്ന പരിപാടിയൊന്നും വേണ്ട. അതിനെ അങ്ങ് വിട്ടേക്കുക. അത് കോള് നിങ്ങൾക്ക് വരണം എന്ന് ഡിവൈൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിച്ചിരിക്കും. ഓക്കെ, ആർക്കൊക്കെ ഭാഗ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കോള് വന്നവർ കിട്ടിയവർ, മെസ്സേജ് വന്നവരൊക്കെ എനിക്ക് കമൻറ്റിൽ ഇടണം കേട്ടോ. അതേപോലെ സെക്കൻഡ് ടെക്നീക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഈ ഭാഗം ഇതന്നാണ് റിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ റെഡ് പേന വെച്ച്, എൻ്റെ കയ്യിൽ റെഡ് പേന ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാൻ വേറെ കളർ പേനയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ റെഡ് പേന തന്നെ ഉപയോഗിക്കണം. റിസ്റ്റിൽ എഴുതണം 5, 4, 1, 5, 4, 1. നല്ല തെളിച്ച് എഴുതണേ. എത്ര പ്രാവശ്യം വേണേൽ മേലെ എഴുതാം, അതിനൊന്നും കുഴപ്പമില്ല. നല്ല കളറുള്ള റെഡ് പേന വെച്ചിട്ട് എഴുതുക. എനിക്കിപ്പോൾ കോൾ വരെ മാനിഫെസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ കളർ പേന ഇപ്പോൾ യൂസ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് 5, 4, 1 എഴുതിയതിന് മേലെ റൈറ്റ് ഹാൻഡ് കൊണ്ട് കവർ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ABC എന്ന് തന്നെ ഇരിക്കട്ടെ. ABC, കോൾ മീ നൗ, ABC, കോൾ മീ നൗ, ABC, കോൾ മീ നൗ. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് വിഷ്വലൈസ് ചെയ്യുക, പേരും മുഖവും വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ ഓർക്കുക. എന്നിട്ടങ്ങ് വിട്ടേക്കുക, അതവിടെ ഇരുന്നോട്ടെ.
കേട്ടോ. ഈ ടെക്നിക്ക് വെച്ചിട്ട് ഈ 2 ടെക്നിക്കും തന്നെ ഒന്നിച്ചും യൂസ് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ആദ്യത്തെ ടെക്നിക്ക് വെച്ചിട്ട് ഞാൻ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. ഓക്കെ, പേപ്പറിൽ എഴുതുകയും ചെയ്തു, റിസ്റ്റിൽ എഴുതുകയും ചെയ്തു. അരമണിക്കൂർ മുതൽ 3 ദിവസത്തിനകം നിങ്ങൾക്ക് കോളോ ടെക്സ്റ്റോ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ വേണം. അതായത് നിങ്ങൾക്ക് മനസ്സിലൊരു ഇഷ്ടമുണ്ട്, നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അവർക്കറിയില്ല നിങ്ങൾക്ക് അവരോടുള്ള ഫീലിംഗ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഇവർ നിങ്ങളുടെ എക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻ നിങ്ങൾ തമ്മിൽ വേണം. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോളാണ് മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് വന്നു 3 പ്രാവശ്യവും. വിളിച്ച് 15 മിനിറ്റിനകം, എഴുതിയിട്ട് 15 മിനിറ്റിനകം തന്നെ കോള് വന്നിരുന്നു. ഓക്കെ, നിങ്ങളുടെ സ്പൗസ് ആവാം, നിങ്ങളുടെ അമ്മ, അച്ഛൻ, അങ്ങനെ ആരെ വേണം, നിങ്ങൾക്കുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം. സം റിലേഷൻ ഷുഡ് ബി ദെയർ. നിങ്ങൾ സെപ്പറേറ്റഡ് എങ്കിലും ആയിരിക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരുന്നിരിക്കണം നിങ്ങൾ തമ്മിൽ. യാതൊരു ഇപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടിയെ വിചാരിച്ച് മാനിഫെസ്റ്റ് ചെയ്താലൊന്നും കോള് വരില്ല. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഇഷ്ടമുണ്ട് എന്നുള്ളത് അവിടെ വേണം. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോള് വരും. ചെയ്ത് നോക്കൂ. കോള് അല്ലെങ്കിൽ ടെക്സ്റ്റ് വരുന്നവർ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. ഇത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയും ചെയ്യരുത്. ഡിവൈനിനെ വിട്ടേക്കുക. നിങ്ങൾക്ക് കോള് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും. കോള് ടെക്സ്റ്റ് വന്നതിന് ശേഷം ഈ പേപ്പർ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കുക. ഓക്കെ, ചെയ്ത് നോക്കൂ കേട്ടോ.